Potential energy of a magnetic dipole. Potential energy of a magnetic dipole. നമ്മളൊരു മാഗ്നറ്റ് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മാഗ്നറ്റിന് ചിത്രമാണ് വരയ്ക്കുന്നത്. ഇതൊരു മാഗ്നറ്റാണ്. ഇതിന് നോർത്തും സൗത്തും ഉണ്ട് നമുക്കറിയാം. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിനെ നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് dW ടോ ഡി തീറ്റ ആണ്. കാരണം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയർ മോഷൻ ആണെങ്കിൽ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് പോലെ റൊട്ടേഷൻ മോഷനിൽ ഉപയോഗിക്കുന്ന വർക്ക് ഡൺ കാണാനുള്ള ഫോർമുലയാണ് ടോ ഡി തീറ്റ. ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും MB സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് മുന്നേ പഠിച്ച ഫോർമുലയാണ്. ആ ഫോർമുലയോട് കൊടുക്കുകയാണ്. ടോർക്ക് എന്ന് പറയുന്നത് MB സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ ചെറിയൊരു ആംഗിൾ ഞാൻ തിരിച്ചതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ആംഗിൾ തിരിക്കാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ MB സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടെ ചെയ്തത് ഈ ടോർക്ക് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ MB സൈൻ തീറ്റ വെച്ച് മാറ്റി. ഇതാണ് MB സൈൻ തീറ്റ. അപ്പോൾ MB സൈൻ തീറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടോർക്കിനെ മാറ്റി. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്താണ്? ഇങ്ങനെ ഓരോ ചെറിയ ആംഗിൾ തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം വർക്ക് ഡൺ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ dW എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ നമ്മളിതിനെ തിരിക്കുന്നത് θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്കാണ് തിരിക്കുന്നത്. MB സൈൻ തീറ്റ ഡി തീറ്റയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ dW എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? W എന്നറിയാം. W കിട്ടും. ഇവിടെ MB എന്ന് പറയുന്നത് മാറ്റി നിർത്തുക. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ ചിഹ്നം ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇൻ്റഗ്രേഷൻ അവിടെ ചെയ്യുന്നില്ല, ഒരു സൈഡ് മാത്രമേ കാണിച്ചുള്ളൂ. dW ഇൻ്റഗ്രേഷൻ നടത്തിയപ്പോൾ W കിട്ടി, പക്ഷെ ഇപ്പുറത്ത് ചെയ്തിട്ടില്ല. സൈൻ തീറ്റ ഡി തീറ്റ കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും MB ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. നമ്മൾ ലിമിറ്റ് കൊടുക്കുക. θ1 തൊട്ട് θ2 വരെയാണ് നമ്മൾ അപ്പറിൽ കൊടുക്കുന്നത്. നമ്മൾ തിരിക്കുന്നത് θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്കാണ് തിരിക്കുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിനെ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ഇവിടെ M. മാഗ്നറ്റിക് ഫീൽഡാണ് B. ഇവിടെ B എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്ട്രെങ്ത് ആണ്. M എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ M മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ഒരു മാഗ്നറ്റ് B എന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്പം ആംഗിൾ തിരിച്ചപ്പോഴുള്ള വർക്ക് ഡൺ കിട്ടി. നമ്മൾ എന്തിനി മൊത്തം വർക്ക് ഡൺ കാണാണ്. θ1 തൊട്ടിട്ട് θ2 വരെയുള്ള വർക്ക് ഡൺ കണ്ടു. അത് ഇത്ര കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. MB ഇൻറ്റു അപ്പർ ലിമിറ്റ് തീറ്റയുടെ സ്ഥലത്ത് കൊടുക്കുക. അപ്പം എന്ത് കിട്ടും? നമുക്ക് മൈനസ് കോസ് θ2 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് കോസ് θ1 കിട്ടി. മൈനസും മൈനസും എന്താണ് നമുക്കറിയാം? പ്ലസ് ആവുമെന്നറിയാം. അപ്പോൾ ഈ മൈനസും മൈനസും പ്ലസ് ആവുമെന്ന് കാണിക്കുന്നതാണ് ഞാൻ പ്ലസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്താൻ പറ്റും? MB ഇൻറ്റു ഇത് പ്ലസിൻ്റെ ആയല്ലോ. കോസ് θ1 എന്ന് പറയുന്നത് മൈനസും മൈനസും പ്ലസ് ആയതുകൊണ്ട് കോസ് θ1 ആദ്യം എഴുതി. കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് എഴുതി. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തത് ഒരു മാഗ്നറ്റിനെ M മാഗ്നറ്റിക് മൊമെൻ്റ് ഉള്ള ഒരു മാഗ്നറ്റിനെ θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് തിരിക്കാൻ വേണ്ട വർക്ക് ഡൺ കണ്ടു. ഇനി നമ്മൾ ഈ ആംഗിൾ മാഗ്നറ്റിനെ തിരിക്കുന്നത് ഇനീഷ്യൽ ആംഗിൾ π/2 ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. ഈ π/2 പ്രത്യേകം എന്താണ്? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആകുന്ന പോയിന്റാണ് π/2. അവിടെ നിന്ന് നമ്മൾ θ2 എന്ന് പറയുന്ന തീറ്റ എന്ന പോയിന്റിലേക്ക് തിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഉദ്ദേശം ഇവിടെ ഒരു ആംഗിൾ തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇതിനെ തിരിക്കാൻ വർക്ക് ചെയ്യേണ്ടി വരും. ഈ വർക്ക് ഇതിൻ്റെ ഉള്ളിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ആ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വർക്ക് ഡൺ കണ്ടു. എവിടെ നിന്ന്? θ1 നിന്ന് θ2 വരെയുള്ള വർക്ക് ഡൺ കണ്ടു. ഈ വർക്ക് ഡൺ എന്ത് ആണ്? ഇതിൻ്റെ ഉള്ളിലുള്ള എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എത്ര പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് സ്റ്റേബിൾ പൊട്ടൻഷ്യൽ എനർജി. എന്നുവെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കുന്ന സമയം, മിനിമം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ 0 എടുക്കുന്നു. പൊട്ടൻഷ്യൽ എനർജി 0 എന്ന പോയിന്റിൽ നിന്നും
ഈ റെഫറൻസ് പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ റെഫറൻസ് പോയിന്റ് എടുത്തുള്ളത് π/2 ആണ്. θ1 എന്ന് പറയുന്നത് π/2. ആ സ്ഥലത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. 0 പൊട്ടൻഷ്യൽ എനർജി ഉള്ള സ്ഥലത്ത് നിന്ന് θ ആംഗിളിലേക്ക് നമുക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്ര വർക്ക് ഡൺ വരും നമുക്കൊന്ന് കണക്കൂട്ടി വെക്കാം. അപ്പോൾ π/2 ആംഗിളിൽ നിന്നും θ ആംഗിളിൽ തിരിക്കാൻ വേണ്ടി വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് mb × cos π/2 മൈനസ് cos θ. mb × cos π/2ന്റെ വാല്യൂ 0 ആണ്. 0 മൈനസ് cos θ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടുന്നത് മൈനസ് mb cos θ എന്ന് കിട്ടി. അപ്പോൾ വർക്ക് ഡൺ കിട്ടിയത് മൈനസ് mb cos θ എന്ന് കിട്ടി. ഇനി ഈ വർക്ക് ഡൺ എന്തായിട്ട് സ്റ്റോർ ചെയ്യും? ഇതിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമുക്ക് U = മൈനസ് mb cos θ എന്ന് കിട്ടി. ഇതിനെ നമുക്ക് മൈനസ് m.b എന്ന് എഴുതാം. വെക്ടർ ഫോമിലാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ π/2 എടുക്കാൻ കാരണം പൊട്ടൻഷ്യൽ 0 എന്നുള്ള പോയിന്റാണ്. 0 പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ θ ആംഗിൾ തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വേണ്ടി വരുന്ന വർക്കറാണ് mb cos θ മൈനസ് mb cos θ. അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൈനസ് m.b എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഫോർമുലയാണ്. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ആണ്. b എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. u എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റ് തിരിക്കുന്ന സമയത്ത് അവിടെ ഇത് വർക്ക് ഡൺ ആണ്. അതവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ എനർജിനെ നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുലയാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞത്.